സഹോദരന്മാരെ, കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥാപനം ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ സമരങ്ങളും ഒച്ചപ്പാടുകളും വിളികളുമായിട്ട് വർഷങ്ങളായി അതിന്റെ പിന്നാമ്പുറങ്ങൾ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്ത് അതിനുള്ള അംഗീകാരം നിർത്തിവെച്ച്. എന്നാൽ അവർ നേരെ എന്ത് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് പോയിട്ട് അതിന്റെ അംഗീകാരം വാങ്ങി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൊടുവള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സലീം കൊടുവള്ളി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കൃത്യമായ രീതിയിലാണ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുക, പല ലീഗ് സൈബർ ഇടങ്ങളിലുള്ള ലീഗിന്റെ സൈബർ പോരാളികൾ വന്നിട്ട് അദ്ദേഹത്തെ വിമർശിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കേട്ടോ, ഇദ്ദേഹം പറയുന്നൊന്ന് കേട്ടോ. നിങ്ങൾ കൊടുവള്ളി പി കെ ഫിറോസ് തോറ്റിരുന്നെങ്കിൽ അവിടെ MLA ആവേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ? ഞാൻ എല്ലാവരോടായിട്ട് വളരെ തുറന്നു പറഞ്ഞിരുന്നു, ഫ്രഷ് കട്ട് പൊട്ടിക്കാനുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് അൽപായുസാണ്. അതിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഞാൻ കരുതിയത് ഒരു 10-15 ദിവസം കൊണ്ടൊക്കെ സ്റ്റേ ആവൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ 24 മണിക്കൂർ പോലും കേട്ടോ. എന്ത് മനുഷ്യരാണ് ഇതൊക്കെ? എന്ത് മനുഷ്യരെ ഞാൻ ആലോചിച്ച് നോക്കുക. ഇയാളൊക്കെ വർത്തമാനം കേട്ടിട്ട്, അതായത് ഈ ഒരു സ്റ്റേ ഉത്തരവ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ ആരാന്നറിയോ? ഇതുപോലത്തെ സഖാക്കൾ. നമ്മളെ ചുറ്റുപാടുള്ള എന്തൊരു ആവേശമാണെന്നറിയോ ഇവർക്ക് ഇങ്ങനെ ചെയ്തതിന്, സ്റ്റേ ചെയ്തതിന്. ഈ സ്റ്റേ ചെയ്യാത്ത ഒരു ഉത്തരവ് ഉണ്ടാക്കാൻ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഇവരൊക്കെ വർത്തമാനം കേട്ട് സലീം കൊടുവള്ളി പറയുന്നത് കാര്യം തന്നെയല്ലേ? അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ നിയമവശങ്ങളും ഇതിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് ബോധമുള്ള മനുഷ്യരാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞ് ഗവൺമെന്റ് ഇതിന് അംഗീകാരം റദ്ദാക്കിയാലും അതിന് ചെറിയൊരു ആഴ്ച ഉണ്ടാവും. കാരണം ഹൈക്കോടതി പോയി കഴിഞ്ഞാലല്ല ഇവർക്ക് എന്ത് ചെയ്യുക, അനുകൂലമായിട്ടുള്ള വിധിയും വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറ്റൂ എന്ന് സലീം കൊടുവള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അത് അറിയാം. മറ്റൊന്ന്, ഇദ്ദേഹത്തെ പോലെയുള്ള ലീഗ് സൈബർ പോരാളികൾ പറയുന്നത് ഈ ഫ്രഷ് കട്ടിന്റെ അംഗീകാരം വീണ്ടും ഹൈക്കോടതി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സഖാക്കളാണെന്ന. സത്യത്തിന് സഖാക്കെന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്കെന്ന ഇതിനെ കുറിച്ചിട്ട് ഇടതുപക്ഷക്കാർക്ക് ഒരിതുമില്ല. കാരണം വെച്ചാൽ ആ പഞ്ചായത്ത് ഭരിക്കുന്ന UDF, കോൺഗ്രസിന്റെ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ കൂടിയ ബോർഡാണ് ഈ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്തിരുന്നത്. അവര് കൊടുത്ത അംഗീകാരമാണ് ആര് ഈ ഫ്രഷ് കട്ടിന്റെ ഉടമകൾ കൊണ്ടുപോയിട്ട് ഹൈക്കോടതി കൊടുത്തേ. ആ ഹൈക്കോടതിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നത്. അത് ആര് ചിന്തിക്കുന്നില്ല, ഇവരെ പോലെയുള്ള ലീഗ് സൈബർ പോരാളികൾ മനസ്സിലാക്കുന്നില്ല. അതേപോലത്തെ ഒരു വിഷയമുണ്ട്. എന്റെ പണ്ട് ഇവിടുന്ന് ഞാൻ ക്യാമറ തിരിക്കുന്നില്ല, ഇവിടുന്ന് ഞാൻ നേരെ കയറി കഴിഞ്ഞാൽ 3 പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു എല്ല് ഫാക്ടറി. ഈ എല്ല് ഫാക്ടറി ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലാണ്. ഈ 1-ാം വാർഡും 2-ാം വാർഡും നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൈമലാണ്. ഈ 2 വാർഡ് മെമ്പർമാരും അറിയാണ്ട് ആ എല്ല് ഫാക്ടറിക്ക് ഇതിൽ അംഗീകാരം കിട്ടൂല. അങ്ങനെ അവർ പണിയെല്ലാം പൂർത്തീകരിച്ച് നല്ല റാഹത്തായിട്ട് അത് തുടങ്ങി നോക്കുമ്പോൾ ചില സമയങ്ങളിൽ സ്മെല്ല് വരുന്നു. സ്മെല്ല് വരുമ്പോൾ എന്ത് ചെയ്യും, കുറെ കീഴുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ ഉഷാറായിട്ട് പോകും, സമരം ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ സമരത്തിന് ഒരു ഇതും ഇല്ലാണ്ടങ്ങ് പോകും. അതിന്റെ കുതിർത്തന്നാണ് ഇന്നുവരെ ഇവിടുത്തെ കിട്ടിയില്ല. എല്ലാ കൊല്ലം ഉണ്ടല്ല ഇവര് പോയിട്ട് എല്ല് ഫാക്ടറി അടച്ചു പൂട്ടുക, നമ്മൾ സമരത്തിലാണ്, സമരമുഖത്താണെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സമരം നടത്തും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരൊച്ചപ്പാടും വിളിയോ ഒന്നുമില്ല. അതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ പലരും പല രൂപത്തിലും അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് അത് കിട്ടേണ്ടവർക്കെല്ലാം എന്തെല്ലോ കൊടുക്കുന്നുണ്ടോ, ആര് ഇതിന്റെ മുതലാളി കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി കീശലകളോട് കൂടിയിട്ടാണ് ഈ സമരം നിൽക്കുന്നത് എന്നല്ല പറയുന്നുണ്ട്. അള്ളാഹു അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയണ്ടാലോ. ഇതേപോലെ തന്നെയാണ് ഈ ഫ്രഷ് കട്ടിന്റെ വിഷയം. ഇതേപോലെ തന്നെയാണ് ആടുള്ള ഭരണസമിതി, ആ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി എന്ത് ചെയ്ത് വേണ്ടോളം വാങ്ങിയിട്ട് അവരോട് വാങ്ങിയിട്ട് അതിന് അനുകൂലമായിട്ടുള്ള എല്ലാ പേപ്പറുകളും തയ്യാറാക്കി കൊടുത്തു. പിന്നെ അവർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നാ അവരിപ്പോ ഈ സമരസമിതി സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. അവർ സുപ്രീം കോടതിയിലേക്ക് പോകും. കാരണം അവർക്ക് നിയമപരമായിട്ട് എല്ലാ പേപ്പറും റെഡിയാണ്. പിന്നെ അതിന് കൊടുത്തിട്ട് ഈ പേപ്പറെല്ലാം കൃത്യമായിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ സമരം ചെയ്യുന്നതിനോട് എന്ത് യോജിപ്പാന്നുണ്ട്? നിങ്ങളൊന്നും ഞാൻ ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യന് എവിടുന്നല്ലോ പൈസയും കടയിലും വായ്പയെല്ലാം വാങ്ങിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങുക. അത് ആടിയായാലും ഫ്രഷ് കട്ടിന്റെ കാര്യത്തിലായാലും നമ്മളെ ഈടിയായാലും ഈ വെളിയമ്പറ അല്ലെങ്കിൽ കുന്നിന്റെ വലിയ ഞാൻ കൈ ചൂണ്ടുന്ന ഇവിടെ തന്നെയാണ്. ഇവരായാലും എവിടുന്നല്ലോ കടവും വായ്പയും വാങ്ങിയിട്ടല്ലേ ഒരു സംരംഭം തുടങ്ങുക. അതിന്റെ പേപ്പറുകളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര പൈസ, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയല്ലേ അവരാക്കുന്നത്. അത് ആക്കി കയ്യലോട് കൂടിയിട്ട് കുറച്ച് ആൾക്കാർ കൊടിയോ കൊടുത്തിട്ട് വന്നിട്ട് ആര് ഈ അംഗീകാരം കൊടുത്തവരെന്നെ വന്നിട്ട് എന്ത് ചെയ്യാ, സമരം ചെയ്യാന്ന് പറഞ്ഞ ഒരു മര്യാദ കേടല്ലേ? എന്തായാലും ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടിട്ട് സലീം അടവൂരി പറഞ്ഞതാണ് ശരി. അദ്ദേഹത്തിന്റെ അതിനെക്കുറിച്ച് പല വിഷയങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കേൾക്കാൻ ഇവനെ പോലെയുള്ള ലീഗ് സൈബർ പോരാളികൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.